ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിയൽമി പുറത്തിറക്കുന്ന റിയൽമി 8 അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ഫോൺ റിയൽമി Q2i Q3i എന്ന് പറയുന്ന രണ്ട് വേരിയൻസ് റിയൽമി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റിയൽമി Q3i ആണ് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് റിയൽമി 8i ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും ഡയറക്റ്റ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് സാമ്യമായിട്ടുള്ള സ്പെക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് റൂമേഡ് അല്ല, റൂമേഡ് ആണ്, പക്ഷേ ഇത് കറക്റ്റ് എക്സാക്റ്റ് ആണ്. റിയൽമി തന്നെ കുറച്ച് ലീക്സുകളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിൻ്റെ അകത്ത് ഇടുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ എൻ്റെ ഇരിക്കുന്ന ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഇന്ത്യയിൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. 128 4GB വരുന്ന വേരിയൻറ്റ്. സോ അത് തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഹയർ പുറത്തിറക്കിയിട്ടില്ല കമ്പനി. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് സെഗ്മെൻറ്റ് ഫോണാണെന്നാണ് കമ്പനി പറയുന്നത്. സോ നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്ത് ഇടുന്ന കണ്ടൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കാം. സോ ബോക്സ് നമ്മുടെ ടിപ്പിക്കൽ റിയൽമി ബോക്സിൻ്റെ പാക്കേജ് ആണ്. സോ ഇതൊരു 5G സ്മാർട്ട് ഫോൺ എന്നാണ് റൂമർ ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിലും 5G തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഫ്രണ്ടിലായിട്ട് വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ചൈനീസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൻ്റെ അകത്തൊന്നുമില്ല, നമുക്ക് ടോപ്പ് ഷെയിൽ എടുത്ത് നോക്കാം. ടോപ്പ് ഷെയിലിൻ്റെ അകത്ത് എല്ലാ റിയൽമി ഫോൺസിലും കിട്ടുന്ന പോലെ അവരുടെ നല്ലൊരു ഡാർക്ക് സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വാറൻറ്റി, പിന്നെ നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കിട്ടുന്നുണ്ട്. നമ്മുടെ നല്ല കിടിലൻ ഡാർക്ക് എന്താ പറയുക ഒരു കേസാണ് കിട്ടുന്നത്. എനിക്ക് യൂഷ്വലി ഈ ഒരു കേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഇളക്കി മാറ്റി ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, നല്ലൊരു സിലിക്കൺ കേസാണ്. കേസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോക്സിൻ്റെ അകത്തുള്ള ഫോൺ എടുക്കാം. 33 വാട്ടിൻ്റെ ചാർജറാണ് കിട്ടുന്നതെന്നാണ് റൂമേഡായിട്ടും എക്സാക്റ്റുമായിട്ടുള്ളത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അതോടൊപ്പം നമുക്ക് ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡായിട്ട് വരുന്ന ഈ ഒരു ചാർജർ ചൈനയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡലിൽ വരുന്നത്. സോ ഇന്ത്യയിൽ വരുമ്പോൾ മോഡൽ മാറും, നിങ്ങൾക്കറിയാം. നമുക്ക് ഒരു ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം, അതായത് നമ്മുടെ റിയൽമി 8iയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ റിയൽമി 8i. നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺപാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ആ സാധനം ജസ്റ്റ് ഒന്ന് വെച്ചോട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിയൽമി 8 എടുത്തതിന് ശേഷം അൺപാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അൺപാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല ഗ്ലാസ് ഫിനിഷാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും കമ്പനി ഇത്രയും നല്ലൊരു കിടന്ന ഫോൺ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റിയൽമി 8 അല്ലേ കറക്റ്റ്, അപ്പോൾ ഇത് റിയൽമി 8 ആണോ നീ അൺബോക്സ് ചെയ്യുന്നത്? സോ റിയൽമി 8 അല്ലേ, ഇത് റിയൽമി 8i ആണ്. അതായത് റിയൽമി Q3i എന്ന് പറഞ്ഞ ഇന്ത്യയിൽ പുറത്തിറക്കിയതാണ്. ഇതിൻ്റെ ഈ 4 ക്യാമറ മൊഡ്യൂൾസിൻ്റെ ചുറ്റിനുള്ള ആ ഒരു കട്ടൗട്ട് കമ്പനി എടുത്ത് മാറ്റും. എന്നിട്ട് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു 4 ക്യാമറയുള്ള 4ാമത് വരുന്ന ക്യാമറ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് വയ്ക്കുന്നതാണ് റൂമേഴ്സ് പറയുന്നത്. റിയൽമി UI 2.0 റൺ ആവുന്നത്. ആൻഡ്രോയിഡ് 11 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ ഇത് 4GB RAM 128 വരുന്ന വേരിയൻ്റ് ആണ്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്ന് പറയുന്ന 12nm പ്രോസസ്സറാണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഈ ഒരു ഇത്രയും നല്ല പ്രോസസ്സർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് റിയൽമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു കട്ടൗട്ട് വളരെ വലുതാണ്. മറ്റ് റിയൽമി ഫോൺസിന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ടുള്ളൊരു കറുത്ത കട്ടൗട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് എടുക്കാം. സോ റിയൽമി UI എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് 2.0 കേട്ടോ. നല്ലൊരു രസം തന്നെയാണ്. നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിടാം. അപ്പോൾ കട്ടൗട്ടും ചിൻസ് ആൻഡ് വെസൽസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോൺ. അതുകൊണ്ടാണ് ഈ കട്ടൗട്ട്സ് ഒക്കെ കുറച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 4GB 128 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയൽമി Q3i എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിയൽമി 8i ആവും. സോ നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആദ്യം ഒന്ന് നോക്കാം. സോ ഡിസ്പ്ലേ നോക്കിയിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 6.59 ഇഞ്ചസിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിയൽമി 8sൽ തന്നിരുന്നത് 90 Hz ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിൽ 120 Hzൻ്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് വെറും 10,000 രൂപയാണ്. അതിൽ നമുക്ക് 120 Hz കിട്ടുന്നുണ്ട്. IPS LCD ആണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം വരും. നമുക്ക് ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ കൊടുത്തിട്ടുണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ കൊടുത്തിട്ടുണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലത് തന്നെയാണ്. 3 ക്യാമറാസ് മാത്രമേ വരുന്നുള്ളൂ. 4ാമത്തത് AI ക്യാമറയാണ് റിയൽമി Q3iക്കകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവർ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിരിക്കും 4ാമത്തെ ക്യാമറയിൽ വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 ക്യാമറാസിനെ പറ്റിയുള്ള കാര്യം മാത്രം പറഞ്ഞത്. സോ ഈ ഒരു ഫോണിൻ്റെ അകത്ത് 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് 1080p ആയിട്ട് 60 FPS വരെ ബാക്ക് ക്യാമറ വെച്ച് മാക്സിമം ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലായിട്ട് 16 മെഗാപിക്സലിൻ്റെ ക്യാമറ തന്നുകൊണ്ട് തന്നെ നമുക്ക് 1080p 30 FPS വരെ മാത്രമേ പുഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മുകൾ ഭാഗം ക്ലീൻ ആണ്.
അതോടൊപ്പം താഴ്ഭാഗത്ത് നമുക്ക് 3.5 ജാക്ക് കിട്ടുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് കിട്ടുന്നുണ്ട്, സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, ജസ്റ്റ് ഒരു സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് നമുക്ക് താഴെയായിട്ട് തന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അവർ ജാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മിക്ക ഫോണിൽ നിന്ന് എടുത്ത് മാറ്റിയ സാധനമാണ് ഈ ഒരു ജാക്ക്. പക്ഷേ റിയൽമി 8i എന്ന് പറയുന്ന ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിൽ വരെ അവർ 120 ഹെർട്സും പിന്നെ നമുക്ക് ജാക്കും 50 മെഗാ പിക്സൽ ക്യാമറയും തന്നിട്ടുണ്ട്. സോ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്രയും ബാറ്ററി കപ്പാസിറ്റി തരുന്നത്. അതോടൊപ്പം നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ആണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നത് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ലുക്ക് ആൻഡ് ഫീൽ നോക്കി തന്നെ. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു 120 ഹെർട്സും അതോടൊപ്പം നമുക്ക് 128 GB സ്റ്റോറേജ്, അതോടൊപ്പം ജാക്ക്, 5000 mAh ബാറ്ററി, 33 വാട്ട്, ഇതെല്ലാം കൂടെ കൊണ്ടുവന്നപ്പോഴും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് AMOLED ഡിസ്പ്ലേയുടെ കാര്യമായാലും ഇൻ ഡിസ്പ്ലേയുടെ കാര്യമായാലും. അപ്പോൾ ഇത്രയും പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മുടെ റെഡ്മി നോട്ട് 10 Pro Maxനെ ഇവർ വെട്ടിക്കുമെന്നാണ് പറയുന്നത്. കാരണം റിയൽമി 8 സീരീസിന് എന്താ പറയുക, വൻ തോൽവി തന്നെ ആയിരുന്നു റിയൽമി 8 സീരീസ് ഇറക്കിയ സമയത്ത്. അതിൽ 8 Pro 5G എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് മാത്രം 108 മെഗാ പിക്സൽ ഉണ്ടായതുകൊണ്ട് കുറച്ച് നോട്ട് 10 Pro Maxൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിച്ചു. പക്ഷേ അതിനിപ്പോഴും ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റിയൽമി 8i കൊണ്ട് അവർ റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന സീരീസിന് അല്ലെങ്കിൽ റെഡ്മി 10 പ്രൈം എന്ന് പറയുന്ന സീരീസിനെ തീർച്ചയായിട്ടും ഈ ഒരു റിയൽമി 8ന് ബീറ്റ് ചെയ്യാൻ 8iക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ദിസ് ഈസ് ആദിത്യൻ സൈനിങ് ഓഫ്. ബൈ.